ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ജേതാവ് എന്ന് പറയുന്നത് ആദിത്യൻ ഫ്രം കോഴിക്കോട്. അദ്ദേഹത്തിന് കിട്ടിയ റാങ്ക് 597, ഓൾ ഇന്ത്യ റാങ്കാണ്. അപ്പം ഒരു സ്പെഷ്യൽ സ്റ്റോറി ഇതിനകത്തുള്ളത്, ഗേറ്റിന് പ്രിപ്പയർ ചെയ്യുന്നതിനിടയ്ക്ക്, ഫൈൻ പ്രിപ്പറേഷൻ്റെ ഇടയ്ക്ക് ആദ്യത്തിനൊരു നല്ല പ്ലേസ്മെന്റ് അല്ലെ കിട്ടുകയും ഒരു റിസൾട്ട് കിട്ടുകയും, അപ്പോൾ ആ പ്ലേസ്മെന്റിന് ജോയിൻ ചെയ്യാൻ വലിയ പ്രഷർ ഉണ്ടാവുകയും ചെയ്തു. പ്ലേസ്മെന്റിന് ജോയിൻ ചെയ്യണോ അതോ ഗേറ്റ് പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ, ഒരു ക്രോസ് റോഡിൽ ആദ്യത്തിന് എത്തുകയും എന്നാൽ ഉറച്ചൊരു തീരുമാനത്തിലേക്ക് വരികയും ചെയ്തു. ഗേറ്റ് തന്നെ പഠിക്കണം എന്ന് തീരുമാനിക്കുകയും ഓൾ ഇന്ത്യ റാങ്ക് 597 ഒരു വളരെ നല്ല ഗേറ്റ് റാങ്കിലേക്ക് വരാനും സാധിച്ചു അല്ലെ. അപ്പൊ ആ ഡിസിഷനിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ അതോ ഇത് തന്നെയായിരുന്നു ശരിയായ തീരുമാനം? ഇനി മുന്നോട്ടുള്ള പ്ലാൻസ് എന്തൊക്കെയാണ്? ഇല്ല, ഇത് തന്നെയാണ് എന്റെ ശരിയായ തീരുമാനമാണ്. റിഗ്രറ്റ് ചെയ്യുന്നില്ല? ഇല്ല. കാരണം എനിക്ക് എന്താണ് സ്പെഷ്യലൈസ് ചെയ്യണം, സ്പെഷ്യലൈസേഷൻ ചെയ്യണം, അതാണ് ഉദ്ദേശിച്ചത്. ഏതാണ്? VLSI. അപ്പം ആ തീരുമാനം, അപ്പം മുന്നോട്ട് വീണ്ടും പഠിക്കണം, PhDക്ക് പോകണമെന്ന് പഠിത്തം അക്കാഡമിക് റൂട്ടാണോ ഉദ്ദേശിക്കുന്നത് അതോ? അല്ല, അക്കാഡമിക് റൂട്ടല്ല, അത് എന്റെ കഴിഞ്ഞിട്ട് ഒരു പ്ലേസ്മെന്റിലേക്കുള്ള ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ജോലി പ്ലേസ്മെന്റ് കിട്ടിയ സമയത്ത് പ്രിപ്പറേഷൻ ഒന്ന് താഴോട്ട് പോയോ? ആക്ച്വലി താഴോട്ട് പോയി. കുറച്ചാൾ പഠിച്ചില്ല? കുറച്ചാൾ പഠിക്കാൻ പറ്റിയില്ല, കാരണം ഭയങ്കര കൺഫ്യൂസ്ഡ് ആകുമല്ലോ ഇതിലോട്ട് പോകുന്നത്. അപ്പൊ ആരാണ് ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്തത്? എംസിക് നല്ല ഫാക്കൽറ്റി തന്നെയാണ്. എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായെങ്കിൽ കൂടെ എംസിക് നല്ല ഫാക്കൽറ്റി ഭയങ്കര ക്ലിയർ ഉണ്ടായിരുന്നു. ഈ ഗേറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരെ എത്താൻ സാധിക്കും. ഇതിനേക്കാൾ നല്ലൊരു പ്ലേസ്മെന്റ് നമുക്ക് മുന്നിലുണ്ട്. ഇപ്പൊ നിങ്ങൾ അവിടെ പോയി സ്റ്റോപ്പ് ചെയ്യണോ അല്ല പകരം ഇനി മുന്നോട്ട് പോകണോ എന്നുള്ള കാര്യം ഒരു വ്യക്തമാക്കി തന്നത് എനിക്ക് കോൺടാക്ട് ഒക്കെ. അല്പം ഒന്ന് വെയിറ്റ് ചെയ്താലും CET-യിലെ പ്ലേസ്മെന്റിനെക്കാട്ടിലും ബെറ്റർ ആണ് ഡെഫിനറ്റ്ലി IIT-ലോ NIT-ലോ ഒക്കെയുള്ള പ്ലേസ്മെന്റ്. തീർച്ചയായും. കൂടാതെ ഗേറ്റ് പഠിച്ചതുകൊണ്ടും വേറെ മത്സര പരീക്ഷകൾ ഒരുപാട് എഴുതാം അല്ലെ. വേറെ ഏതൊക്കെ എക്സാംസിന് വേണ്ടി ഇനി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്? ASR വരുന്നുണ്ട്, അതുപോലെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് മിക്സ് അതുപോലെ PSU പോലുള്ള എക്സാംസ് പ്രിപ്പയർ. ഫൗണ്ടേഷൻ എല്ലാം ക്ലിയർ ആണ്, സെറ്റ് ആണ്? ഫൗണ്ടേഷൻ ക്ലിയർ ആണ്. അപ്പൊ കൂടുതൽ പഠിക്കാനും ഒക്കെയാണ് തീരുമാനം അല്ലെ. കോൺഫിഡന്റ് ആണ്, ഹാപ്പിയാണ്. എന്തെങ്കിലും എംസിഗ്മയുടെ ട്രെയിനിങ് പീരീഡിൽ യുണീക്ക് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താണ്? നമ്മുടെ പഠന രീതിയെ തന്നെ മാറ്റിയ എന്തെങ്കിലും ഒരു യുണീക്ക് ഫീച്ചർ എന്താണ്? ഏതാണ് ഒരു എഡ്ജ് ആയിട്ട് തോന്നിയത്? ഗേറ്റ് എന്നുള്ള ഒരു ആശയം വന്നപ്പോൾ തന്നെ ഞാൻ റിസർച്ച് ചെയ്ത് തുടങ്ങി ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പോകുന്നത്. അപ്പൊ അവിടുന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ പുറത്തുള്ള നോർത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം, അതായത് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് ഇന്ന് എക്സാം എഴുതിക്കോ എന്ന് പറഞ്ഞാൽ അല്ലാണ്ട് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എംസ്മാ പോലും അങ്ങനെയല്ല. അതായത് ക്ലാസ് കഴിയുന്ന പാടെ നമുക്ക് ഏതൊക്കെ എക്സാം എഴുതണം, അതായത് ഗേറ്റിന്റെ തലേന്ന് വരെ എന്നെ സാറ് ഫോണിൽ വിളിച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അഡ്മിഷന്റെ കാര്യമായിലൂടെ എംസ്മാ പോലും സപ്പോർട്ട് കിട്ടാൻ പറ്റും. മുന്നോട്ടും ഒരു നല്ല അസോസിയേഷൻ കീപ് ഇൻ ടച്ച് നമുക്ക് ഉണ്ടാവും. നല്ല കൂടുതൽ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.